മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് തന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത് എന്ന് കുറിക്കപ്പെടും എന്നതാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ചില പ്രത്യേക യോഗങ്ങൾ കൊണ്ടും ചില പ്രത്യേക സമയങ്ങളുടെ സ്വാധീനം കൊണ്ട് മാത്രമായിരിക്കും വിധിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഒരു തിരിച്ചറിവാകുന്ന പ്രായം മുതൽ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ ജീവിതം എങ്ങനെയായി തീരണമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ പോലും നിങ്ങളിൽ പലർക്കും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിച്ച് നിശബ്ദരായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവിതത്തെ അതിൻ്റെ താളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് സാരം. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്കാണ് ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങൾ പ്രവേശിക്കുന്നത്. കാരണം അന്നേ ദിവസം 8 നക്ഷത്രക്കാരിൽ തെളിയുവാൻ പോകുന്നത് രാജസംബന്ധ യോഗമാണ്. അപ്പോൾ ഈ ഒരു യോഗം കൊണ്ട് ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച രാജസംബന്ധ യോഗം തെളിയുന്നതിലൂടെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക എന്നതിനെപ്പറ്റി ഒന്നും തന്നെ നിങ്ങളെക്കൊണ്ട് പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണോ നിങ്ങൾ മനസ്സിൽ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത്, അതിൽ പല കാര്യങ്ങളും ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും നേർവിപരീതമായ രീതിയിൽ മാത്രമേ വന്നു നിന്നിട്ടുള്ളൂ. മാത്രമല്ല ഇതിൽ പല മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകേണ്ടി വരുന്നത്. ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഒരു ഉയർച്ചയും കാണുവാൻ കഴിയാതെ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളും ദാരിദ്ര്യവും ഒറ്റപ്പെടലുകളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും മനസ്സ് തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ദുരവസ്ഥകൾക്ക് എപ്പോഴാണ് ഒരു മാറ്റമുണ്ടാകുന്നത് എന്നും ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അറുതി ഉണ്ടാകുമോ എന്നും നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിക്കാരിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന രാജസംബന്ധ യോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മറ്റൊരു തലത്തിലേക്കാണ് മാറുവാൻ പോകുന്നത് എന്നുള്ളതാണ് തെളിഞ്ഞു കാണുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ
ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും എല്ലാവിധത്തിലും സഹായിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികളിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോഴും ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, അവർ നിങ്ങളെ എല്ലാ വിധത്തിലും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ദാമ്പത്യ ജീവിതം വരെ തകർന്നു പോകുമോ എന്ന് വല്ലാതെ ഭയക്കുന്ന ചില ചിങ്ങം രാശിക്കാരും ഇതിലുണ്ട്. എന്നാൽ ഈ രാജസംബന്ധ യോഗം നിങ്ങളിൽ തെളിയുന്ന ജൂൺ 26 വെള്ളിയാഴ്ചയോടെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതലായി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള യോഗം തെളിയുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും ഈ ഒരു സമയത്ത് പരിഹാരമുണ്ടാവുകയും അതുപോലെ തന്നെ പരസ്പരമുള്ള ചില തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യും. ഇനി ഇതിൽ എല്ലാം ഉപരിയായി ഈ രാജസംബന്ധ യോഗം കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഈ ജൂൺ 26 വെള്ളിയാഴ്ച അനുഭവത്തിൽ വരുവാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചില നേട്ടങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില ചിങ്ങം രാശിക്കാർ കടബാധ്യത കൊണ്ട് ഇനി എന്തു ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കടബാധ്യത പെരുകി വരുന്നു എന്ന് മാത്രമല്ല, കടം വാങ്ങിക്കാതെ വയ്യ എന്നുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ചില പുതിയ വരുമാന സ്രോതസ്സുകൾക്ക് തുടക്കം കുറിക്കുവാൻ ചിങ്ങം രാശിക്കാരെ കൊണ്ട് കഴിയുകയും ചെയ്യുന്ന സമയവുമാണ് ഇത്. ഇനി ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ആ ഒരു ആവശ്യമെന്ന് പറയുന്നത് മക്കളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയോ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ ഉള്ളതാകാം. അതായത് നിങ്ങൾ ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ആവശ്യത്തെ നിറവേറ്റുവാനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല. മാത്രമല്ല അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഈ യോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ നീങ്ങി പൂർത്തീകരണം കാണുകയും എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ജൂൺ 26 വെള്ളിയാഴ്ച ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ജൂൺ 26 വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന രാജസംബന്ധ യോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ജീവിതത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഇത്തരത്തിൽ അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല നിലവിൽ ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരിൽ പല ആളുകളുടെയും നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ പലർക്കും മനസ്സമാധാനം എന്നത് ഇല്ലേ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്നും ജീവിതത്തിൽ മാറി മാറി പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരമാവധി ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കി നിർത്തുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ നിന്നും പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കിയാലും അവസ്ഥ പരിതാപകരം തന്നെയാണ്. അതായത്
ഒരു പുരോഗതി കാണുവാൻ ശ്രമിക്കും തോറും താഴേക്ക് വീണുപോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അങ്ങനെ കടബാധ്യതകൾ പെരുകി ഇനി ഇതിനൊക്കെ എന്നാണ് ഒരു പരിഹാരമാവുക എന്ന് ചിന്തിച്ച് വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന ചില തുലാം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. ഇതിൽ തന്നെ സാമ്പത്തിക പരിമിതികൾ മാത്രമല്ല, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ചില തുലാം രാശിക്കാർക്ക് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ തെളിയുന്ന രാജസംബന്ധ യോഗം കൊണ്ട് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതിൽ ആദ്യം തന്നെ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നായിരിക്കും തുലാം രാശിക്കാർക്ക് ഒരു മാറ്റം അനുഭവത്തിൽ വരുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന തരത്തിൽ സ്വന്തമായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്ക് പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും അതുപോലെ തന്നെ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ഒരു സ്ഥാനക്കയറ്റം ചില തുലാം രാശിക്കാരെ തേടിയെത്തുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരികയും അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു നേട്ടം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് കർമ്മമേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഒട്ടും തന്നെ മടി കാണിക്കരുത്. ഇനി ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന ചില തുലാം രാശിക്കാർ ശത്രുദോഷം കൊണ്ട് വല്ലാതെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന അയൽക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളും വരെ നിങ്ങളെ ദ്രോഹിക്കുന്നു. എന്നാൽ ഇതിൽ ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിലും മറ്റു ചില ആളുകൾ സ്നേഹം നടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ഈ ശത്രുക്കളുടെ കണ്ണ് നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ ജീവിതത്തിലെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് വിജയത്തിൻ്റെ പടിവാതിലിൽ വന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ തെളിയുന്ന രാജ്യസംബന്ധ യോഗം കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഊർജത്തിൻ്റെ വലയം ശക്തിപ്പെടുകയും ഒരുവിധത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാതെ നേർവിപരീതമായി നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചടിയായി ചെന്നെത്തും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു യോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിഞ്ഞു കഴിയുന്നതോടെ തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ ഒരു സമയമായിരിക്കും. അതായത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് പോലും ഈ സമയം ബഹുക്ഷേമമാണ്. കൂടാതെ തന്നെ ഒട്ടനവധി ശുഭവാർത്തകൾ നിങ്ങളുടെ കുടുംബത്തെ തേടിയെത്തുകയും പല ഭാഗത്തു നിന്നും പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച തുലാം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി രാജസംബന്ധ യോഗം തെളിയുന്ന ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഒരു ഭാഗത്ത് നിന്ന്
നിങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കും തോറും പല കാര്യങ്ങളും നേർവിപരീതമായി നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇതിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരിൽ ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങളിലായാലും കുടുംബ ബന്ധത്തിൻ്റെ കാര്യങ്ങളിലായാലും കർമ്മ മേഖലയിലായാലും എപ്പോഴും തടസ്സങ്ങൾ മാത്രമാണ് അനുഭവത്തിൽ വരുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ചില വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ മനസ്സ് അത്രയധികം സംഘർഷഭരിതമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഭാഗ്യം നിങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് ഒരു പോസിറ്റീവായ മാറ്റമുണ്ടാകുവാൻ നിമിഷ സമയം മതിയാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമയമാണ് ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ചയോടെ രാജസംബന്ധ യോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഇതിൽ ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വസ്തു വിൽപ്പനയ്ക്കായി കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു കാര്യം പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ജൂൺ 26-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. കൂടാതെ തന്നെ വസ്തു സംബന്ധമായ എല്ലാ പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചില വൃശ്ചികം രാശിക്കാർ കടബാധ്യത കൊണ്ട് സ്വന്തം വീട് വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നതാണ് സത്യം. മാത്രമല്ല, ജീവിതത്തിൽ പല ഇടങ്ങളിലായി പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അവഗണനകൾ ഒട്ടനവധിയാണ്. എന്നിരുന്നാൽ പോലും സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു ഉന്നതി നേടുവാനുള്ള യോഗമാണ് വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ രാജസംബന്ധ യോഗം കൊണ്ട് വന്നു ചേരുന്നത്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ധനം വന്നു ചേരുകയും ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വൃശ്ചികം രാശിയിൽ പിറന്ന ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ മക്കളുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് കുഞ്ഞു മക്കൾക്ക് എപ്പോഴും മാറി മാറി രോഗങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ ഈ രാജസംബന്ധ യോഗം തെളിയുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമായിരിക്കും. മാത്രമല്ല, ഈ ജൂൺ 26-ാം തീയതി വെള്ളിയാഴ്ച വൃശ്ചികം രാശിക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ഫലമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും പല നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും രാജസംബന്ധ യോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.